മക്കളെ ദേ 4 മാർക്കും കൊണ്ടാണ് മിസ് ഇവിടെ വന്നേക്കുന്നത് കേട്ടോ. ഈ 4 മാർക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിന് എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കിക്കേ, കുറെ IUPAC നെയിമുകൾ ഞാൻ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്താണ്, സ്ട്രക്ചറൽ ഫോർമുല എന്താണെന്ന് എഴുതിയാൽ മാത്രം മതി. അത് എഴുതിക്കാൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഉറപ്പായിട്ട് 4 മാർക്ക് കിട്ടും. ആദ്യത്തെ കോമ്പൗണ്ട് നോക്കിക്കേ, പ്രൊപ്പനോൾ. പ്രൊപ്പനോളിലെ വന്നിരിക്കുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ഓള് വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതായിരിക്കും? OH ആയിരിക്കും. അപ്പോൾ ഓള് വന്നു കഴിഞ്ഞാൽ എന്താണ്? OH ആണ് വരാം. നെക്സ്റ്റ് നോക്കിക്കേ, ബ്യൂട്ടനാൽ. ബ്യൂട്ടനാലിലെ ആൽ വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്താ? ആൽ വന്നു കഴിഞ്ഞാൽ വരുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ് എന്ത്? CHO, നമ്മുടെ CHO. ഇനി നോക്കിക്കേ, നെക്സ്റ്റ് എത്തനോയിക് ആസിഡ് ആണ്. ഓയിക് ആസിഡ് വരുന്നത് എപ്പോഴായിരിക്കും? ഏത് ഫംഗ്ഷണൽ ഗ്രൂപ്പിന് ഓയിക് ആസിഡ് വരാം? നമ്മുടെ COOH എന്ന് പറഞ്ഞ ഫംഗ്ഷണൽ ഗ്രൂപ്പിനാണ് നമ്മൾ ഓയിക് ആസിഡ് എന്ന് ചേർക്കാം. നെക്സ്റ്റ് നോക്കിക്കേ, ബ്യൂട്ടൻ 2 ഓൺ. ബ്യൂട്ടൻ 2 ഓൺ 1 ആയിട്ട് വരുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? 1 ആയിട്ട് വരുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പാണ് നമ്മുടെ എന്ത്? കീറ്റോ ഗ്രൂപ്പ്, C+O. അപ്പൊ നമ്മുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പുകളെല്ലാം കിട്ടി. ഇനി ഇതിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ട്രക്ചർ അങ്ങ് വരച്ചാൽ പോരെ? നോക്കിക്കേ, പ്രൊപ്പനോൾ എന്നാ പറഞ്ഞേക്കണേ. പ്രൊപ്പൻ വേർഡ് റൂട്ട് ആയിട്ട് വരുന്ന ഹൈഡ്രോ കാർബൺ ചെയിനിൽ എത്ര ആൾക്കാരുണ്ടാവും? മെത്ത്, എത്ത്, പ്രൊപ്പ്, 3 ആൾക്കാരാണ് ഉണ്ടാവണേ. നമുക്ക് എഴുതാം CH3, CH2, പിന്നെ ആരാണ്? ഓളല്ല വരണേ, CH2 OH. നോക്കിക്കേ, CH3 CH2 CH2 OH. അപ്പൊ പ്രൊപ്പനോളായി. നെക്സ്റ്റ് എന്താ? ബ്യൂട്ടനാൽ. ബ്യൂട്ടനാൽ, ബ്യൂട്ട് എപ്പോഴാണ് വരുന്നത്? 4 കാർബൺ ആറ്റം ഉള്ളപ്പോൾ അല്ലേ? 4 കാർബൺ ആറ്റം ഉള്ളപ്പോൾ അതിന്റെ കൂടെ ആരും കൂടി വരണം? CHO വരണം. അപ്പൊ നമ്മുടെ സ്ട്രക്ചർ എങ്ങനെ വരിക? CH3 CH2 CH2 CHO. അപ്പൊ എന്ത് കിട്ടി? നമ്മുടെ ബ്യൂട്ടനാൽ കിട്ടി. നെക്സ്റ്റ് നോക്കിക്കേ, എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡിൽ എന്താ വേർഡ് റൂട്ട് വന്നിരിക്കുന്നത്? എത്താണ്. എത്ത് വരുമ്പോൾ എത്ര കാർബൺ ആറ്റം വരണം? 2 കാർബൺ ആറ്റം വരണം അല്ലെ? അപ്പൊ അതേ നോക്കിക്കേ, അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എന്താ? CH3. ആരാണ് എത്തനോയിക് ആസിഡിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്? COOH. അപ്പൊ അതെന്ത് കിട്ടി? എത്തനോയിക് ആസിഡ് കിട്ടി. ലാസ്റ്റ് വൺ നോക്കിക്കേ, ബ്യൂട്ടൻ 2 ഓൺ. ഓൺ എപ്പോഴാണ് വരുന്നത്? നമ്മുടെ കീറ്റോ ഗ്രൂപ്പ് വരുമ്പോഴാണ് കേട്ടോ. 1 എപ്പോൾ വരുന്നത്? കീറ്റോ ഗ്രൂപ്പ് വരുമ്പോഴാണ് ബ്യൂട്ടൻ. ബ്യൂട്ടൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇത് നോക്കിക്കേ, അത് സെക്കൻഡ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ CH3 CO CH2 CH3 എത്ര നോക്കിക്കേ? 4 കാർബൺ ആറ്റത്തിൽ സെക്കൻഡ് പൊസിഷനിൽ ആര് വന്നു? കീറ്റോ ഗ്രൂപ്പ് വന്നു. കറക്റ്റ് അല്ലേ? ഓക്കെ.